ഹലോ, ഇന്ന് നമുക്ക് ബുള്ളറ്റിൽ സ്കൂളിൽ പോയാലോ? അങ്കിള് ഞങ്ങളെ പിടിച്ചോണ്ടും പോവോ? പിടിച്ചോണ്ട് പോണോ? ഇല്ല കേട്ടോ, കയറിക്കോ. വാ. ഒരു ഓവർലോഡ് വരുന്നുണ്ട് സാർ. നിർത്ത്. എത്ര പേരാടോ വണ്ടിയില്? പിള്ളേരല്ലേ സ്കൂളിലേക്കാ. ആ പോ. താങ്ക് യു. ഒരുപാട് വിശേഷണങ്ങൾ, ഫോളോവേഴ്സ്, സാധാരണ IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പെരുമാറ്റങ്ങൾ, ഇതിനൊക്കെ അപ്പുറം ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരപ്രിയൻ, ഒരുപാട് സവിശേഷതകളുള്ള രഘുറാം IAS ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം സർ. നമസ്കാരം. അപ്പൊ നമുക്ക് യാത്രകളിൽ നിന്ന് തന്നെ തുടങ്ങാം സർ. എന്നു മുതലാണ് ഈ ബുള്ളറ്റ് ക്രൈസ് തുടങ്ങിയത്? അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തോ പണ്ട് പോലെ ഇഷ്ടമാണ്. ഇവിടുത്തെ ഒരു 80% പെൺകുട്ടികളോടും നിങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവരൊരു പക്ഷേ ബുള്ളറ്റ് എന്നായിരിക്കും പറയാം. ശരിയല്ലേ? ശരിയാണ് സർ, എനിക്കും അതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യം പറയണം. ബുള്ളറ്റിലാവുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ഇടവഴികളിലൂടെയൊക്കെ പോവാം. ചെറിയ ചായക്കടയിൽ നിർത്താം, ചായ കുടിക്കാം, പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാം. രസമല്ലേ? ആ യാത്രയ്ക്ക് ഒരു തടസ്സാവണ്ടെന്ന് കരുതിയിട്ടാണോ സർ കല്യാണം പോലും കഴിക്കാത്ത? അയ്യോ ഇല്ല, ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ എൻ്റെ യാത്രയിൽ അയാളും ഉണ്ടാവും. സാറിന്റെ അച്ഛൻ ഡോക്ടറാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് സാർ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാത്തത്? നമ്മുടെ അച്ഛൻ ചെയ്യുന്ന പ്രൊഫഷൻ നമ്മളും ചൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഒരുതരം വിഡ്ഢിത്തരാണ്. നമ്മൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ പാരൻസ് അല്ല, നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ളവരെ ലൈഫിൽ സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രൂ സർ. സാർ ഇതുപോലെ ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒരാളാണ്, എന്നിട്ടും വിവാദ നായകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ കോളിളക്കമുണ്ടാക്കിയ മുതുമല വിഷയത്തിന് ശേഷം പല അപ്രധാന പൊസിഷനുകളിലേക്കുമുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫർ. ഇതാ ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ? ഹൗ ക്യാൻ യു ടേം ഇറ്റ് ആസ് എ പണിഷ്മെന്റ്? അല്ലെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് പണിഷ്മെന്റ് കൊടുക്കാനായി സർക്കാർ ഏതെങ്കിലും പൊസിഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അതും അല്ലെങ്കിൽ ഏത് പൊസിഷനാണ് ഇവിടെ പ്രധാനമല്ലാത്തത്? കിട്ടുന്ന പൊസിഷനിലിരുന്ന് പബ്ലിക്കിനായി എന്ത് ചെയ്യാൻ പറ്റും, അതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എന്നാലൊരു വിവാദം ഉണ്ടാക്കി കളയാം എന്നോർത്ത് ഞാൻ ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഓൾവേസ് ദർ ഇസ് എ ലൈറ്റ് ആഫ്റ്റർ ദ ടണൽ. നമ്മളെ വെറുതെ കൈയും കെട്ടി നോക്കി എന്നിട്ട് കാര്യമില്ലല്ലോ. വി ഹാവ് ടു മൂവ് ഓൺ. നീ ഉറങ്ങിയോ? ആ, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോണം. പാലക്കുന്നേൽ തറവാട്. അതിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. അതിനടി നിനക്ക് പോകണ്ടേ? പോണം.
ലോറിയുടെ ഹെഡ്ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചപ്പം റോഡിനടുക്കുള്ള കുഴി കാണാൻ കഴിഞ്ഞില്ല. ജോണി, ഇപ്പോൾ ഒന്ന് ആക്സിഡന്റ് കേസ് ഹുസൈൻ്റെ ആരാത്? സുഹൃത്തും കുടുംബവുമാ. അത് കുട്ടി മരിച്ചു. അമ്മ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. സാമുവല് പറഞ്ഞിട്ടില്ല, ആരെങ്കിലും വന്നിട്ട് പറയാന്ന് വെച്ചു. വാ. സാമുവലേ, വാ. ഇതിപ്പോ മൂന്നാമത്തെ ആക്സിഡന്റ് ആ കുഴിയിൽ. നീ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവിടെ അവരൊക്കെ ഉണ്ടല്ലോ. നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. വാ. ആ കുട്ടിയുടെ ബോഡി മോർച്ചറിലേക്ക് മാറ്റണ്ടേ? ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാം. മഴക്കോളുണ്ട്, പന്തൽ കെട്ടേണ്ടി വരുമോ? ഏയ്, അതിദാരുണമായ ഒരു അപകട മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വെറും 4 മാസം മുമ്പ് മാത്രം പണിത റോഡിൽ രൂപപ്പെട്ട വലിയ ഒരു കുഴിയാണ് ഈ മരണത്തിന് പിന്നിൽ. ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അത് മുങ്ങിപ്പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഭാവി വാഗ്ദാനമായ ഈ കൊച്ചുകുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ അല്ല, UDPയുടെ. ആ,